നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നെല്ലിക്ക അരിഷ്ടം. ഇത് ഒരു 5 കിലോ നെല്ലിക്ക ഉണ്ട്. ഇത് ഗ്ലാസിൻ്റെ ജാറല്ല, പ്ലാസ്റ്റിക് ജാറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്ലാസ് ജാറിലാണ് ഇത് ഇട്ടാൽ ഏറ്റവും നന്ന്. 5 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി ഓരോ നെല്ലിക്കയായിട്ട് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്ത് വെക്കണേ. ഈ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം അതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി വെയിലിൽ ഉണക്കിയാണ് വെക്കേണ്ടത്. ഇത് ഫസ്റ്റ് നമ്മൾ ഒരു ലെയർ നെല്ലിക്ക ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ശർക്കര ഇടണേ. ശർക്കര 2.5 കിലോയിലേത് 3 കിലോ വരെ ഇടാമേ. ഇത് അങ്ങാടി മരുന്നാണ്. നമ്മൾ അരിഷ്ടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങാടി കടയിൽ 5 കിലോ നെല്ലിക്കയുടെ അളവിനനുസരിച്ചുള്ള അങ്ങാടി മരുന്ന് തരും. ഇത് നമ്മുടെ ഗ്രാമ്പു, പട്ട, ഏലക്ക അങ്ങനത്തെ ഐറ്റങ്ങളാണ്. ഇതും അവർ അളന്ന് തരും. ഇത് രണ്ടിനും അവർ അളന്നേ തരത്തുള്ളൂ നമുക്ക് എത്ര ഗ്രാം വേണമെന്ന്. അപ്പം 5 കിലോ നെല്ലിക്കായും 2.25 3 കിലോ ശർക്കരയും വേണം ഇതിന്. ആദ്യം ഓരോരോ ലെയറായിട്ട് വേണം ഇടാനേ. ഒരു 3 കൈ 4 കൈ ജാറിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ശർക്കര ഇടണം. അതിൻ്റെ മുകളിൽ നമ്മുടെ അങ്ങാടി മരുന്നിടണം. അങ്ങനെ ഓരോരോ ലെയറും നമ്മൾ ഇടേണ്ടത്. ഗ്ലാസ് ജാറില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിലിടുന്നത്. ശർക്കര നന്നായിട്ട് ചിരുകി വെച്ചതാണ്. ഇത് നമുക്ക് നെല്ലിക്ക അരിഷ്ടം നമുക്ക് നമ്മുടെ ഹെൽത്തിനെല്ലാം നല്ല ഒരു അരിഷ്ടമാണിത്. പിന്നെ നമുക്കിപ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ നെല്ലിക്ക കിട്ടുന്നുണ്ടല്ലോ. സീസൺ ടൈമിൽ നമുക്കിത് വാങ്ങിച്ച് വീടുകളിലിടാം. ഇട്ടിട്ട് നമുക്കിത് 41 ദിവസം കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്യാവും. 41 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക്. അതുവരെ നമ്മൾ ചുമ്മാ തുറക്കേണ്ട കാര്യമില്ല. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് നടുവിലൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ പുറത്തൊരു തുണി വല്ലതും നല്ലതായിട്ട് ടവലോ തുണിയോ എന്തെങ്കിലും പുറത്ത് നന്നായിട്ട് പൊതിഞ്ഞ് വേണം നമ്മൾ ഇരുട്ട് ഒരു റൂമിൽ വെക്കണം. കബോർഡിനകത്ത് വെക്കാം ഇത്. പിന്നെ നമുക്ക് ഈ കൊറോണ സമയത്ത് കൊറോണ എല്ലാം വന്നിരുന്നവർക്കും ഹെൽത്ത് പിന്നെ ഇഷ്യൂസ് ഉള്ളവർക്കെല്ലാം ഇത് നല്ലതാണ്. വയറിനും എല്ലാ പ്രശ്നത്തിനും ഇത് നല്ലതാണ്. നല്ല ആരോഗ്യത്തിനും എല്ലാത്തിനും. കൊറോണ എല്ലാം വന്നവർക്കെല്ലാം ഇത് നല്ല ഒരു നെല്ലിക്കാരിഷ്ടം വെച്ച് കുടിച്ചാൽ പിന്നെ അത് ഹെൽത്തെല്ലാം ഭയങ്കരമായിട്ട് അവർക്ക് പ്രോബ്ലങ്ങളല്ലേ. ഇത് കുടിച്ചാൽ നല്ല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് ഇതുപോലെ നല്ലതായിട്ടുമുണ്ട് നെല്ലിക്കാരിഷ്ടം കുടിച്ചിട്ട്. ഇത് ആരും അധികം പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ്. ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നവരൊക്കെ വീട്ടിലിത് നമുക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വീര്യവും ഉണ്ട് ഇതിന്. അരിഷ്ടമാണെങ്കിൽ ഇതിന് നല്ല വീര്യവും ഉണ്ട്. ഈ അങ്ങാടി മരുന്ന് അത്രയ്ക്ക് പവറുള്ളതാണ്. ഇതിൻ്റെ ഓരോന്നായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് പേരറിയില്ല. അവർ കടയിൽ നമ്മൾ ചോദിച്ചാലേ തരും നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ഓരോരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് വെക്കാം ഇതിനകത്ത്. നല്ല പനിയെല്ലാം ആയിട്ട് നല്ല ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റായിട്ട് ശരീരം ഹെൽത്തൊക്കെ സ്പോയിലായി വരുന്നവർക്കെല്ലാം കൂടെ ഇത് നല്ല ഒരു അരിഷ്ടമാണ്. നമ്മളിത് കടയിൽ പോയി നമുക്ക് ഇതിനകത്ത് മായം ഒന്നും കലർക്കാതെയൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കുടിക്കാം. ഇത് ഒരു കഷ്ടപ്പാടുമില്ല. നെല്ലിക്കായ്ക്കും വലിയ വിലയുമില്ല. ഒരു 3 കിലോ പിന്നെ നമുക്ക് ശർക്കര ഇട്ടാലേ ആ കറക്റ്റ് മധുരം കിട്ടത്തുള്ളേ. അല്ലെങ്കിൽ കുറവായിട്ടേ വരത്തുള്ളൂ. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് നെല്ലിക്കാരിഷ്ടം ഉണ്ടാക്കണമെന്ന്. നമുക്ക് ഈ ശർക്കരയ്ക്ക് പകരം കൽക്കണ്ട് വേണമെങ്കിലും ഇടാം. കൽക്കണ്ട് ഇട്ടിട്ട് ഇതേപോലെ തന്നെയാണ് ഓരോരോ ലെയറായിട്ട് കൽക്കണ്ട് ഇടണം, നെല്ലിക്ക ഇടണം, ഈ ഇതെല്ലാം ഇടണം, നമ്മുടെ അങ്ങാടി മരുന്നെല്ലാം ഇടണം. ഈ വെറും പട്ട, ലവംഗം, ഗ്രാമ്പു അതെല്ലാം തനിയെ അത് ഇടുന്നത് അത്ര പെർഫെക്റ്റായിട്ട് വരുന്നില്ല. അവർ തരുന്ന ഈ അങ്ങാടി മരുന്ന് ചേർത്തിട്ടാലേ അതിൻ്റെ പെർഫെക്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക എല്ലാം ഇവിടെ ഫിനിഷായിട്ടുണ്ട്. ശർക്കരയും അധികം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് 3 കിലോ ശർക്കര ഉണ്ടായിരുന്നു.
ഒരു ശകലം നമുക്ക് നിർത്താൻ വേണമെങ്കിൽ. ഇതിൻ്റെ മുകളിൽ നമുക്ക് തുണി വേണമെങ്കിൽ വെച്ചിട്ട് അടപ്പ് വെക്കാം. ഇല്ലെങ്കിൽ അങ്ങനെ അടപ്പ് വെച്ച് കൂടെ നമുക്ക് അടയ്ക്കാം. ഒരു തുണി വെച്ച് വായ മൂടി കെട്ടാം നമുക്ക് വേണമെങ്കിൽ. ഞാനിപ്പോൾ ഇത് അടപ്പ് വെച്ചാണ് അടയ്ക്കാൻ പോകുന്നത്. വെളിയിലൊന്നും നമുക്കത് നല്ല എല്ലാം വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി എല്ലാം തുടച്ച് വെയിലിൽ വെച്ചെടുത്തതായതുകൊണ്ട് നമുക്കിതൊന്നും പതച്ച് പൊങ്ങി മേളിലൊന്നും വരത്തില്ലിത്. അങ്ങനെ തന്നെ വരും. ഇത് പതച്ച് പൊങ്ങത്തില്ല. പൊങ്ങിയാൽ അതിന് പവറെല്ലാം ഇതായിപ്പോവും. പൊങ്ങിപ്പോവരുത്. പൊങ്ങാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ പക്വം. അപ്പോൾ എല്ലാം ഇത് ഫിനിഷായിട്ടുണ്ട്. ഞാൻ ആ ശർക്കരയുടെ ബാക്കി കൂടെ അങ്ങ് ഇട്ടു. അതിന് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കറക്റ്റായിരിക്കും. അപ്പം നമ്മുടെ നെല്ലിക്ക അരിഷ്ടത്തിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. 5 കിലോ നെല്ലിക്ക, 3 കിലോ ശർക്കര, അതിനനുസരിച്ചുള്ള അങ്ങാടി മരുന്ന്. ഇനി ഇത് 41 ദിവസം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഒരു ഇരുട്ട് റൂമിൽ നമുക്ക് വെക്കാം. കബോർഡിലോ അങ്ങനെയുള്ള ഇരുട്ടത്ത് വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കത് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ 41 ദിവസം കഴിഞ്ഞുള്ളതാണിത്. നെല്ലിക്ക എല്ലാം നല്ലവണ്ണം എല്ലാം നന്നായിട്ട് ചുരുങ്ങിയിരിപ്പുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടില്ല. ജ്യൂസ് കുറവായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ കണ്ടാൽ. ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കൂടെ നമുക്ക് ഒന്ന് തുറന്ന് നോക്കി നമുക്കിത് ഊറ്റിയെടുത്ത് ഞാൻ ബോട്ടിലാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അരിഷ്ടം ഇത് ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെ 2 ബോട്ടിലുണ്ടായിരുന്നു, അതിലാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഒഴിച്ച് കാണിക്കാം. അപ്പോൾ കഴിവതും നിങ്ങളിത് നെല്ലിക്ക സീസണിൽ വീട്ടിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കുടിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് പറയുക. താങ്ക് യു.